നമ്മുടെ ഹെഡിങ് ഇതാണ്, എല്ലാ ഇൻട്രാഡേ ട്രേഡേഴ്സും അറിഞ്ഞിരിക്കേണ്ട 4 മണി സ്പിന്നിങ് ക്യാൻഡിൽസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 4 മണി സ്പിന്നിങ് ബുള്ളിഷ് ക്യാൻഡിൽസിനെ കുറിച്ചാണ്. 4 മണി സ്പിന്നിങ് ബേറിഷ് ക്യാൻഡിൽസിനെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. ക്യാൻഡിൽസ് മാത്രം കണ്ടുകൊണ്ട് മണി സ്പിൻ ചെയ്യുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. ക്യാൻഡിൽസിൻ്റെ കൂട്ടത്തിൽ ക്യാൻഡിൽ ക്ലോസിങ് വലിയൊരു ഫാക്ടറാണ്, മൊമെൻറ്റം വലിയൊരു ഫാക്ടറാണ്, അതുപോലെ തന്നെ വോളിയം വലിയൊരു ഫാക്ടറാണ്. 4ാമത്തെ ഫാക്ടർ, ഏത് ലെവലിൽ നിന്നാണ് ഈ ക്യാൻഡിൽസ് ബൗൺസ് ചെയ്ത് പോകുന്നത്. നമ്മൾ ബുള്ളിഷ് ക്യാൻഡിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബേസിക്കലി നമ്മൾ സപ്പോർട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. ഏത് സപ്പോർട്ട് സോണിൽ നിന്നാണ്? 5 മിനിറ്റ് സപ്പോർട്ട് സോൺ ആണോ, 15 മിനിറ്റ്സ് ആണോ, അതോ 2 hours ആണോ, അതോ ഡേ ആണോ, വീക്ക്ലി ആണോ അല്ലേ, അതോ EMA സപ്പോർട്ട് സോണിൽ നിന്നാണോ, അതോ ഫിബോനിച്ചി നിന്നാണോ, അതോ പിവറ്റ് പോയിന്റിൽ നിന്നാണോ, അതോ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് പോയിന്റിൽ നിന്നാണോ? ദർ ആർ വേരിയസ് സപ്പോർട്ട് സോൺസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 4 ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എന്താ പറയേണ്ട ആ ഒരു ക്യാൻഡിലിന് ഒരു ബൗൺസ് കിട്ടത്തുള്ളൂ. വോളിയം, മൊമെൻറ്റം, ഏത് സപ്പോർട്ട്സാണ് സോണ എന്നുള്ളതിൻ്റെ ആധികാരികത, അതുപോലെ തന്നെ ആ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്, ഇത് 4 ക്രിട്ടിക്കൽ ഫാക്ടറാണ്. ഇതിനോടൊപ്പം തന്നെ സപ്പോർട്ട് സോണും റെസിസ്റ്റൻസ് സോണും നിങ്ങൾ ആ സ്റ്റോക്കിൽ, അല്ലെങ്കിൽ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, അതിൻ്റെ അകത്ത് നിങ്ങൾ നോട്ട് ചെയ്തിടണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 4-5 സപ്പോർട്ട് സോണും റെസിസ്റ്റൻസ് സോണും കണ്ടേക്കാം, പക്ഷേ ഡിമാൻഡ് സോണും സപ്ലൈ സോണും മേ ബി 1-2 എണ്ണമേ കാണത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ 4 ക്യാൻഡിൽസേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്, 50 മിനിറ്റ്സ് ചാർട്ടാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ഹാമറാണ് ഫോം ചെയ്ത ദിവസം. അതിൻ്റെ തലേദിവസം സ്റ്റോക്ക് നേരെ താഴത്തേക്ക് വന്നതിന് ശേഷം സ്റ്റോക്ക് തലേദിവസത്തിൻ്റെ ലോയാണ്, ശരിക്കും ഇത് തലേദിവസം ലോയാണ്. ആ ലോ ക്രോസ് ചെയ്ത് താഴത്തേക്ക് പോയിട്ട് ശരിക്കും സെല്ലേഴ്സ് വെയർ ഏബിൾ ടു നേരെ താഴെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ബയേഴ്സിന് അവിടെ നിന്ന് ഒറ്റ കയറ്റം കയറ്റി സ്റ്റോക്കിനെ, ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് എ ബ്യൂട്ടിഫുൾ ഹാമർ. എപ്പോഴും ശ്രദ്ധിക്കണം, എല്ലാ ബുള്ളിഷ് ട്രെൻഡ് ചേഞ്ച് സ്റ്റോക്സ് ഉണ്ട്, ബുള്ളിഷ് ടുവേർഡ്സ് ബുള്ളിഷ് സൈഡ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് അതിന്റെ തലേദിവസമോ 3-4 ദിവസമോ മേളിൽ നിന്ന് താഴത്തേക്ക് വീണ് ഒരു ട്രെൻഡ് ചേഞ്ചിങ് പോയിന്റിൽ എത്തുമ്പോൾ അവിടെ ആണ് എല്ലാ ബുള്ളിഷ് ക്യാൻഡിൽസിന്റെ പ്രസക്തി വരുന്നത്. സോ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹാമർ ക്യാൻഡിൽ. ആ ക്യാൻഡിൽ ഏത് ലെവലിൽ കൊണ്ടുവരുന്നു നോക്കുന്നു സ്റ്റോക്കിനെ, ഇൻഡെക്സിനെ ശരിക്കും. സോ ഇങ്ങനത്തെ ക്യാൻഡിൽസ് വളരെ എഫക്റ്റീവാണ് ശരിക്കും. ഈ ക്യാൻഡിൽസ് എഫക്റ്റീവാണ്, എന്ത് വേണം? അനീക്വലി സപ്പോർട്ടീവ് ആയിട്ടുള്ള വോളിയം ക്യാൻഡിൽ വേണം. കണ്ടോ, ഈ ക്യാൻഡിലോട് ചേർന്ന് വോളിയം ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ആ വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ ആ സപ്പോർട്ടീവ് ആയിട്ടുള്ള വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്യാൻഡിൽ കൂടുതൽ പവർഫുൾ ആകത്തുള്ളൂ. തലേദിവസം 15 മിനിറ്റ്സിന്റെ സപ്പോർട്ട് ക്രോസ് ചെയ്ത് താഴെ പോയതിനു ശേഷമാണ് തിരിച്ചു വന്ന് കയറിയത് ശരിക്കും. ഈ സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ഏത് ലെവലിലേക്ക് സപ്പോർട്ട് പോയി എന്നുള്ളത്. ഓക്കെ, കണ്ടോ, അതിന് 2 ദിവസം മുമ്പുള്ള റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. ആ റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്ത് സ്റ്റോക്ക് കയറിപ്പോയി, എന്നിട്ടാണ് സ്റ്റോക്ക് അതിന്റെ പിറ്റേ ദിവസം നേരെ താഴെ പോയത്. ആ റെസിസ്റ്റൻസ് ഇവിടെ വീണ്ടും റെസിസ്റ്റൻസിന്റെ ആക്ട് ചെയ്തു, അതിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്തത്. അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ലൈൻ സപ്പോർട്ട് ലൈനായിട്ട് കൺവേർട്ട് ചെയ്ത് ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയും ശരിക്കും. സോ ദിസ് ഇസ് ഹാമർ ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് RSI ആയിട്ട് ലിങ്ക് ചെയ്യാം, MACD ആയിട്ട് ലിങ്ക് ചെയ്യാം, EDX ആയിട്ട് ലിങ്ക് ചെയ്യാം, ഏതെങ്കിലും മൊമെന്റ് ഇൻഡിക്കേറ്റർ ലിങ്ക് ചെയ്യാൻ സാധിക്കും, EMA ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വോളിയം അസസ് ചെയ്യാൻ സാധിക്കും. ആ എന്തെല്ലാമായിട്ട് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റുന്നു, ഏത് ലെവലിൽ നിന്നാണ്, അത് ഡേ ടൈം ഫ്രെയിമിൽ നിന്നാണോ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നിന്നാണോ, ഏത് സപ്പോർട്ട് ലെവലിൽ നിന്നാണ് ഇത് പിക്കായി വരുന്നത്, അത് വളരെ ക്രിട്ടിക്കലാണ് ഈ ക്യാൻഡിലിലെ സക്സസിന് വേണ്ടി ശരിക്കും. സോ ദിസ് ഇസ് ഹാമർ. അടുത്ത നമ്മൾ പറയുന്നത് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ അതിന് മുമ്പിലുള്ള ക്യാൻഡിൽസിനെ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്ത് ആ ബോഡിയെ കംപ്ലീറ്റ് എൻഗൾഫ് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിലാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. നമുക്ക് സ്റ്റോക്ക് നേരെ താഴത്തേക്ക് വന്നു, ബാങ്ക് നിഫ്റ്റി ആണ്, ഡെറിവേറ്റീവ് നേരെ താഴത്തേക്ക് വന്ന ശേഷം പിറ്റേ ദിവസം ഒരു സ്ട്രോങ് ബേറിഷ് ക്യാൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിന്റെ അടുത്ത ക്യാൻഡിൽ നെക്സ്റ്റ് 50 മിനിറ്റ്സ് ക്യാൻഡിൽ അതിനെ എൻഗൾഫ് ചെയ്ത് നേരെ ആ ഇൻഡെക്സിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി ചെയ്തത് ശരിക്കും. അതും ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. തലേദിവസം 50 മിനിറ്റ്സിന്റെ ലോ ആണ്, ആ ലോ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനു മുമ്പ് ആ 50 മിനിറ്റ്സിന്റെ തലേദിവസം ലോ ലെവലിൽ നിന്നും അല്ലെങ്കിൽ ഡബിൾ ബോട്ടം ലെവലിൽ നിന്നും സ്റ്റോക്കിനെ നേരെ ഇൻഡെക്സിനെ നേരെ കയറ്റി വേറൊരു ബ്യൂട്ടിഫുൾ റിട്ടേൺ കൊടുത്തു ശരിക്കും. ഇതാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ.
മൂന്നാമത്തെ ക്യാൻഡിൽ മോർണിംഗ് സ്റ്റാർ എന്ന് പറയും. 3 ക്യാൻഡിലിൻ്റെ കോമ്പിനേഷനാണ്. റെഡ് ക്യാൻഡിൽ, ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ കവർ ചെയ്തിട്ടുള്ള ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ. 3 കൂടെ ചേരുമ്പോഴാണ് മോർണിംഗ് സ്റ്റാർ കോമ്പിനേഷൻ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. ധാരാളം കണ്ടുവരാൻ സാധിക്കും. ധാരാളം നമുക്ക് നിഫ്റ്റിയിലും ഡെറിവേറ്റീവ്സിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ക്യാൻഡിലാണ് മൂന്നാമത്തെ ക്യാൻഡിൽ മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ കോമ്പിനേഷനാണ്. മോർണിംഗ് സ്റ്റാർ കോമ്പിനേഷൻ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്റ്റോക്ക് നേരെ ഇൻഡെക്സ് നേരെ അല്ല സ്റ്റോക്ക് നേരെ താഴത്തേക്ക് വന്നതിന് ശേഷം സ്റ്റോക്ക് അവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ശരിക്കും അല്ലെ, ഡബിൾ ബോട്ടം സപ്പോർട്ട് എടുത്തു. അതിനുശേഷം റെഡ് ക്യാൻഡിൽ, അതിനുശേഷം ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ക്യാൻഡിൽ, അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഈ കോമ്പിനേഷനാണ് പറയുന്നത് മോർണിംഗ് സ്റ്റാർ കോമ്പിനേഷൻ. നേരെ സ്റ്റോക്ക് നേരെ ഒരു സപ്പോർട്ട് ലെവൽ വന്നു, സപ്പോർട്ടിൽ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ വന്നു, അതിന് തൊട്ടടുത്ത ക്യാൻഡിൽ വീക്കായി. ആ ക്യാൻഡിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ശരിക്കും. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്, അതവിടെ തന്നെ ക്ലോസ് ചെയ്തു. അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ 3 ക്യാൻഡിലെ കോമ്പിനേഷനാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. മോർണിംഗ് സ്റ്റാർ വളരെ ധാരാളം കാണാൻ സാധിക്കുന്ന വളരെ പവർഫുൾ ക്യാൻഡിൽ കോമ്പിനേഷനാണ്. ആ മോർണിംഗ് സ്റ്റാർ വന്നതിന് ശേഷം ആ ഇൻഡീസീസ് നല്ലൊരു സ്കാൽപ്പിംഗ് കൊടുത്തു ശരിക്കും. 35 മിനിറ്റ്സിൽ 250 പോയിന്റ് റിട്ടേൺ ആണ് കൊടുത്തത്. സോ ദാറ്റ്സ് വെരി ഹ്യൂജ്. അങ്ങനെ കൊച്ചു സ്കാൽപ്പിംഗ് വളരെ എഫക്റ്റീവാണ്. ക്യാൻഡിൽ കോമ്പിനേഷനും മൊമെന്റവും ക്യാൻഡിൽ എവിടെ ക്ലോസ് ചെയ്യുന്നുള്ള പോയിന്റ്, ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത 2x ഹൈ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്ലസ് വോളിയം നമുക്ക് നോക്കാം. വോളിയം എന്താ വോളിയം നോക്ക്, എബോ ആവറേജ് വോളിയം ഉണ്ട് അല്ലേ, ക്യാൻഡിലുമായിട്ട് ബന്ധപ്പെട്ട വോളിയം ഉണ്ട്. സ്ട്രോങ് എബോ ആവറേജ് വോളിയം ഉള്ളത് ശരിക്കും. ക്യാൻഡിൽ കോംബോ, ക്യാൻഡിൽ ക്ലോസിങ്, വോളിയം, മൊമെന്റം, ക്യാൻഡിൽ എവിടെ ഫോം ചെയ്യുന്നു, ഏത് സപ്പോർട്ട് ഫോം ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് ബെസ്റ്റ് പ്രോബബിൾ ട്രേഡ്സ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. 4ാമത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ബുള്ളിഷ് പേസിംഗ് ആണ്. ബുള്ളിഷ് പേസിംഗ് എന്ന് വെച്ചാൽ നേരെ സ്റ്റോക്ക് അല്ലെ ഇൻഡിസീസ് നേരെ താഴത്തേക്ക് വരുന്നു, ഒരു സപ്പോർട്ട് ലെവൽ വന്നതിന് ശേഷം റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, അതിന്റെ പകുതിയുടെ മേളിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നു. പകുതിയുടെ മേളിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്. ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് ഈ റെഡ് ക്യാൻഡിലെ പകുതിയുടെ മേളിലാണ്. ഇതൊരു ബുള്ളിഷ് സിമ്പിളാണ്. പ്രൊവൈഡഡ് അത് സപ്പോർട്ടിലാണ് ആക്ട് ചെയ്യേണ്ടത്. സപ്പോർട്ടിൽ ഈ സാധനം ആക്ട് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള നല്ലൊരു അപ്ലിഫ്റ്റ് കൊടുത്തു. ഇത്രയും ലെവലിൽ നല്ലൊരു അപ്ലിഫ്റ്റ് ബാങ്ക് നിഫ്റ്റി കൊടുത്തു ഈ ഒരു പർട്ടിക്കുലർ ബുള്ളിഷ് പേസിംഗ് എന്നുള്ള ക്യാൻഡിൽ. ക്യാൻഡിൽ ഫോർമേഷൻ മാത്രം കൊണ്ട് കാര്യമില്ല, നിങ്ങൾ മൊമെൻറ്റം അനലൈസ് ചെയ്യണം. മൊമെൻറ്റം പല ആൾക്കാരും, ചില ആൾക്കാർ RSI യൂസ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ മാക്ഡി ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, EDX യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്റ്റൊക്കാസ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ മൊമെൻറ്റം യൂസ് ചെയ്യുന്ന പല രീതി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ മൊമെൻറ്റം നിങ്ങൾ അനലൈസ് ചെയ്യണം. ADX ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ADS നിങ്ങൾക്ക് യൂസ് ചെയ്യാം മൊമെൻറ്റം അനാലിസിന് വേണ്ടി. അതുപോലെ തന്നെ ഏത് സോണിൽ നിന്നാണ് ബൗൺസ് വന്നെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്താ പറയുക, അതുപോലെ തന്നെ ക്യാൻഡിൽ ക്ലോസ് നിങ്ങൾ മനസ്സിലായിരിക്കണം. ആൻഡ് വോളിയം മോസ്റ്റ് ക്രിട്ടിക്കലാണ് ശരിക്കും. ഈ 4 ഫാക്ടേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 4 ക്യാൻഡിലിൽ മണി സ്പിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 4 ബെയറിഷ് ക്യാൻഡിലിനെ കുറിച്ചുള്ള ഡീറ്റെയിലൂടെ നമുക്ക് അടുത്തവണ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് കൃഷ്ണകുമാർ ബാലിഷ് ഫ്രം Eqtfx.